ഡിയർ ഫ്രണ്ട്സ്, ഞാൻ രാജീവൻ. ഞാനിന്ന് നിങ്ങളുമായി സംസാരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയുള്ള സംസാരമാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിനിടയിൽ ചികിത്സയുടെ ചെലവുകൾ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളെ സംബന്ധിച്ചുള്ള സാമ്പത്തിക പ്രയാസങ്ങൾ മാറ്റുന്നതിന് വേണ്ടിയാണ് നമ്മളൊക്കെ പോളിസി എടുക്കുന്നത്. പക്ഷേ പോളിസി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉപകാരപ്പെടുന്ന നിലക്കായിരിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയുന്നത്. അതിന് നിങ്ങൾ 5 കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണമെങ്കിലും പ്രധാനപ്പെട്ട 5 കാര്യത്തെ പറ്റിയാണ് ഞാനിത് പറയുന്നത്. 1, സബ് ലിമിറ്റ്. നമുക്കറിയാം, പോളിസിയെ സംബന്ധിച്ചുള്ള നമ്മൾ ചികിത്സ നടക്കുന്ന സമയത്ത് പല പോളിസിയിലും കാണുന്നത് വെച്ചാൽ ചില ഓപ്പറേഷനെ സംബന്ധിച്ചുള്ള ഇത്ര പൈസയെ നിങ്ങൾക്ക് എടുക്കാൻ പാടുള്ളൂ, ഇത്ര പൈസയെ നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറയും. ചില അസുഖത്തിനൊക്കെ അങ്ങനെ പറയുന്നത് കാണാം. അപ്പോൾ അത് സംബന്ധിച്ചുള്ള നിങ്ങൾക്ക് വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ കണ്ണിൻ്റെ തിമിരത്തിൻ്റെ ചികിത്സ നടക്കുന്നത്, തിമിരത്തിന് ചില സമയം ചില പ്രൊഡക്റ്റിലെ സംബന്ധിച്ചുള്ള 50,000 രൂപയുടെ ആണ് മാക്സിമം നിങ്ങൾക്ക് തരാൻ പറ്റുക. അപ്പോൾ ഇന്നത്തെ കാലത്ത് 50,000 ചില സമയം ആവശ്യമായി വരും, അത്രയേ വരും. പക്ഷേ ഒരു 5-10 വർഷം കഴിഞ്ഞതിന് ശേഷം ഇത് ചികിത്സാ ചെലവുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമായിരിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കയ്യിൽ നിന്നും പൈസ പോകും എന്നാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ കാര്യമാണ് കോ പേയ്മെൻറ്റ്. കോ പേയ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നമ്മളെ സംബന്ധിച്ചുള്ള ചികിത്സ നടക്കുന്ന സമയത്ത് ഒരു 1,00,000 രൂപ ചിലവായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 10% നിങ്ങൾ അടക്കണം എന്നുള്ളത് പറയും. ചില പ്രൊഡക്റ്റിൽ അങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങളെ സംബന്ധിച്ചോളം വലിയ ബാധ്യത വരും. രണ്ടാമത്തെ കാര്യം, ആ കോ പേയ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത് എവിടെയാണ് വരുന്നത് വെച്ചാൽ, നമ്മുടെ എല്ലാ പ്രൊഡക്റ്റുകളും ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിൽ കിട്ടുമെന്ന് പറയുമെങ്കിലും ഇന്ത്യയിലുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ എടുത്ത് പരിശോധിക്കും. ഇപ്പോൾ കേരളത്തിലുള്ള ചികിത്സയല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ വരുന്നത്. ഇപ്പം ബോംബെയിലോ ബാംഗ്ലൂരോ മെട്രോപോളിറ്റൻ സിറ്റി ഡൽഹിയിൽ ഇങ്ങനെയുള്ള നാട്ടിൽ നമ്മൾ ചികിത്സ നടക്കുന്ന സമയത്ത് നമുക്ക് വലിയ ബാധ്യത വരുന്ന സംഭവമാണ്. അപ്പോൾ പല കമ്പനി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ചെറിയൊരു കോ പേയ്മെൻറ്റ് അവിടെ ഇട്ടേക്കും. എന്ന് വെച്ചാൽ 10% നിങ്ങളെ കയ്യിൽ നിന്ന് അടക്കേണ്ടി വരും എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങളെ സംബന്ധിച്ചോളം നമ്മളൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്കൊരു അപകടങ്ങൾ ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ട് ചികിത്സ നടക്കുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചോളം കയ്യിൽ നിന്ന് ഒരു 5,00,000 രൂപ ചിലവായിട്ടുണ്ടെങ്കിൽ 1,00,000 രൂപ നമ്മൾ അടക്കേണ്ട ഒരു ഘട്ടം വരും എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ളത് കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ കാര്യം, റൂം ക്യാപ്പിംഗ്. നമ്മൾ ചികിത്സ തുടങ്ങുന്നത് തന്നെ ആദ്യം തുടങ്ങുന്ന നിങ്ങളുടെ റൂമിൻ്റെ എത്രയാണ് പൈസ കിട്ടുക എന്ന് നോക്കിയിട്ടാണ്. റൂമിൻ്റെ നിലയും വിലയും അനുസരിച്ചിട്ടാണ് ചികിത്സാ രീതികളുടെ പ്രീമിയം തീരുമാനിക്കുന്നത്. കാരണം നമുക്കറിയാലോ, ഉദാഹരണമായിട്ട് വാർഡ് കിടക്കുന്ന സമയത്ത് ഒരു ഡോക്ടർ നിങ്ങളുടെ മുന്നിൽ വന്ന് പരിശോധിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ചാർജുകളല്ലായിരിക്കില്ല റൂമിൽ കിടക്കുന്ന സമയത്തുള്ള ഡോക്ടർമാരുടെ ചാർജുകൾ. അതുകൊണ്ട് തന്നെ റൂം റെൻറ്റ് എപ്പോഴും ഉറപ്പുവരുത്തണം. എത്ര പൈസയുടെ റൂം നമുക്ക് എടുക്കാൻ പറ്റുമെന്നും അതുപോലെ തന്നെ എത്ര പെർസെൻറ്റേജാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നവർക്കും നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. കാരണം റൂം ക്യാപ്പിംഗ് ഉണ്ടെങ്കിൽ ആ പോളിസി സംബന്ധിച്ച് നിങ്ങൾക്ക് വരുന്ന അപകടം എവിടെയാണെന്ന് വെച്ചാൽ, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ബോംബെയിലോ അല്ലെങ്കിൽ ഡൽഹിയിലോ അല്ലെങ്കിൽ ബാംഗ്ലൂരോ മെട്രോപോളിറ്റൻ സിറ്റിയിൽ പോയിട്ട് ചികിത്സ നടക്കുന്ന സമയത്ത് അവിടെ റൂമിൻ്റെ വില വലിയ വിലയായിരിക്കും. മാത്രമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ 10%, 20% ചില സമയം പ്രീമിയം നമ്മൾ അടക്കേണ്ടി വരും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റൂം ക്യാപ്പിംഗ് ഇല്ലാത്ത പോളിസി എടുക്കാനാണ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. നാലാമത്തെ കാര്യമാണ് കൺസ്യൂമബിൾ. എന്ന് വെച്ചാൽ കൺസ്യൂമബിൾ എന്ന് വെച്ചാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ഓപ്പറേഷൻ വരുന്ന സമയത്ത് ഒരുപാട് ഐറ്റംസ് ഈ കൺസ്യൂമബിൾ എന്ന ഐറ്റംസ് ഉണ്ടാവും. ഉദാഹരണമായിട്ട് PP കിറ്റ്, ഗ്ലൗസ്, സ്റ്റേഷനറി ഐറ്റംസ്, കുറേ സാധനങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. അപ്പം നമ്മളെ സംബന്ധിച്ച് ചില സമയം ഒരു 5,00,000 രൂപ അല്ലെങ്കിൽ 10,00,000 രൂപ ചിലവാണെങ്കിൽ അതിൻ്റെ 5% അല്ലെങ്കിൽ 10% വരെ നമുക്ക് കൺസ്യൂമബിളായിട്ട് വരും. അപ്പം നമ്മളെ സംബന്ധിച്ചോളം വലിയൊരു പൈസ ഇവിടെ അടക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് കൺസ്യൂമബിൾ കൂടി നിങ്ങൾ കവർ ചെയ്യുന്ന പോളിസികളായിരിക്കണം നിങ്ങൾ എടുത്തു വെക്കേണ്ടതെന്നാണ് എനിക്ക് പ്രധാനപ്പെട്ട പറയാനുള്ളത്. മറ്റൊരു കാര്യമാണ് റീസ്റ്റോറേഷൻ. ഇന്ന് എല്ലാ പോളിസിയിലും പല കമ്പനികളും പറയുന്നതാണ് റീസ്റ്റോറേഷൻ ഉണ്ട്. നമ്മളൊരു പോളിസിയുടെ 10,00,000 എടുത്തു കഴിഞ്ഞാൽ വേറൊരു 10,00,000 കൂടി കിട്ടും എന്നൊക്കെയാണ് പല ആളുകളും പറയുന്നത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഒരു ഹിഡൻ ചാർജുകൾ അല്ലെങ്കിൽ ഹിഡൻ കാര്യങ്ങളൂടെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഉദാഹരണമായിട്ട് ചില കമ്പനികളെ സംബന്ധിച്ചോളം ഇപ്പോൾ 10,00,000 പോളിസി ഉള്ള നിങ്ങൾ എടുത്ത സമയത്ത് ആദ്യത്തെ ഒരാൾക്ക് 8,00,000 രൂപയുടെ ചികിത്സ വന്നതെന്ന് കൂട്ടിക്കോ. അങ്ങനെ വരികയാണെങ്കിൽ പിന്നെ ഉള്ളത് 2,00,000 രൂപ ആയിരിക്കും. ആ 2,00,000 തീർന്നതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് റീസ്റ്റോറേഷൻ നിരക്ക് 10,00,000 രൂപ കിട്ടുള്ളൂ. അപ്പോൾ അത് എത്ര വലിയ കണിയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് 8,00,000 രൂപ വന്നു. ആദ്യം ഭർത്താവിന് വന്നു, പിന്നീട് ഭാര്യയ്ക്ക് വന്ന സമയത്ത് ഒരു 5,00,000 ഓപ്പറേഷനാണ് വന്നതെന്ന് കൂട്ടിക്കോ. ആ സമയത്ത് ഭാര്യയ്ക്ക് 2,00,000 മാത്രമേ കൊടുക്കുള്ളൂ. ആ 2,00,000 തീർന്നതിന് ശേഷം അടുത്ത ചികിത്സക്കാണ് 10,00,000 രൂപ കൊടുക്കുക. ഇത് പല കമ്പനിയുടെ പ്രൊഡക്റ്റിലും ഞാൻ കാണുന്നതാണ് പറയുന്നത്. അതുകൊണ്ട് സംബന്ധിച്ചിടത്തോളം വെച്ചാൽ അങ്ങനെയുള്ള പോളിസികൾ നിങ്ങൾ എടുക്കരുതെന്നാണ് എനിക്ക് പറയുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ശ്രദ്ധിക്കണം വെച്ചാൽ, റീസ്റ്റോറേഷൻ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരു പ്രൊഡക്റ്റിന് സംബന്ധിച്ചിടത്തോളം 8,00,000 രൂപ തീർന്നിട്ടുണ്ടെങ്കിൽ അടുത്ത വേറൊരു അസുഖം വരുന്ന സമയത്ത് മുഴുവൻ 10,00,000 രൂപയും കിട്ടുന്ന നിലക്കുള്ള പ്രൊഡക്റ്റുകളാണ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് നിങ്ങൾ എടുത്തു വെക്കണം എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ മാർക്കറ്റിൽ സബ് ലിമിറ്റ് ഇല്ലാത്ത പോളിസികളുണ്ട്, കോ പേയ്മെൻറ്റ് ഇല്ലാത്ത പോളിസികളുണ്ട്, റൂമിന് ക്യാപ്പിംഗ് ഇല്ലാത്ത പോളിസികളുണ്ട്, കൺസ്യൂമർ അടക്കം കൊടുക്കുന്ന പോളിസികൾ നമ്മുടെ മാർക്കറ്റിൽ കിടക്കുന്നുണ്ട്. റീസ്റ്റോറേഷൻ
ഓരോ ക്ലെയിം വരുന്ന സമയത്ത് എത്ര വേണമെങ്കിലും പിന്നെ റീസ്റ്റോറേഷൻ എടുക്കാൻ പറ്റുന്ന പോളിസികൾ നമ്മൾ മാർക്കലുണ്ട്. അതുകൊണ്ട് പോളിസി എടുക്കുന്ന സമയത്ത് നിങ്ങൾ 1000 2000 രൂപയുടെ കുറവ് കണ്ടിട്ട് നിങ്ങൾ പോളിസി എടുക്കാൻ പാടില്ല എന്ന് എനിക്ക് പറയുന്നത്. കൃത്യമായി പഠിച്ചുകൊണ്ട് ഏതാണോ നിങ്ങൾ പോളിസി എടുക്കുന്നത് ആ പോളിസി കൃത്യമായി പഠിച്ചുകൊണ്ട് എന്തെല്ലാം ബെനിഫിറ്റ് എനിക്ക് കിട്ടും എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നിങ്ങൾ പോളിസി ക്ലോസ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്നാണ് പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി എൻ്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. 9447 373 383 എന്ന നമ്പറാണ്. ഓക്കെ, താങ്ക് യു.